വീടിൻ്റെ പരിസര ഭാഗങ്ങളിൽ കാണാൻ അഴകാണ് പച്ച നിറഞ്ഞ സസ്യങ്ങൾ, പൂച്ചെടികൾ, കൃഷിയുടെ പച്ചക്കറികളുടെ വള്ളികൾ വീടിൻ്റെ പരിസരത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഭംഗി വീടിനെ മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെയാണ് അന്ത്യദിവസമെങ്കിൽ, നാളെയാണ് ഖിയാമത്ത് നാൾ ആകുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു ചെടി നടണം, ഒരു സസ്യം നട്ടു വളർത്തണമെന്ന് ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരായ നമ്മൾ ഒരുപാട് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കൃഷിയുടെ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും അതിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവരാകണം. നമ്മൾ സ്വന്തമായി കൃഷി ചെയ്ത് അതിൽ നിന്ന് നല്ല പഴങ്ങൾ കിട്ടി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അങ്ങാടിയിൽ നിന്ന് നമ്മൾ വാങ്ങി കൊണ്ടുവരുന്നുണ്ട്, പഴങ്ങൾ കഴിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെതായ രസം, അതിൻ്റെ മധുരം എല്ലാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടിൽ നമ്മൾ സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയതായ ഒരു പഴം കഴിക്കുന്ന സമയത്ത് അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കുന്നതിനേക്കാൾ ഒരു സ്പെഷ്യലായിട്ടുള്ളതായ മനസ്സിനൊരു സന്തോഷം നമ്മൾക്ക് ലഭിക്കുകയാണ്. ഇത് ഞാൻ നട്ടു വളർത്തിയതായ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതായ പഴമാണല്ലോ എന്തെന്നില്ലാത്തൊരു സന്തോഷം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും. അതേപോലെ തന്നെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നതായ നമ്മളുടെ ആഹാരങ്ങളുടെ പദാർത്ഥങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായ പച്ചക്കറികൾ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ ഉണ്ടാക്കി അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതായ വെള്ളരിക്ക, കക്കരിക്ക തുടങ്ങിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ അത് സ്വന്തമായി നമ്മൾ കൃഷി ചെയ്ത് കറികൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിനൊക്കെ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ സ്വന്തമായി അധ്വാനിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത നേടിയെടുത്ത പലതും അനുഭവിക്കുന്ന സമയത്താണ് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് അല്പമാണ് സ്ഥലമുള്ളതെങ്കിൽ പോലും നമ്മൾ കൃഷി ചെയ്യുന്നവരാകണം. സിറ്റിയിൽ താമസിക്കുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് സ്വന്തമായി കൃഷി ചെയ്യാൻ ഭൂമിയില്ല. അവർ ടെറസിൻ്റെ മുകളിൽ ചാക്കിൽ മണ്ണ് നിറച്ചുകൊണ്ട് കൃഷി ചെയ്ത് വിജയിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. അത്രത്തോളം മനുഷ്യർ ആഗ്രഹിക്കുന്ന, അത്യാഗ്രഹം കാണിക്കുന്ന ഒരു തരം അധ്വാനമാണ് കൃഷിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായ ആ ഒരു അധ്വാനം എന്നുള്ളത്.